മലയാളികളടക്കം താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും അവിടെ സൈറനുകൾ മുഴങ്ങുന്നു എന്നതാണ്. ഇറാന്റെ തിരിച്ചടി പല ഗൾഫ് രാജ്യങ്ങൾക്ക് മേലും ഉണ്ടാവുന്നു എന്ന സാഹചര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കയുടെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നത്. American military aircraft, the first F-15 in the history to be shot down. The America plane was shot down over Kuwait എന്നതാണ് അമേരിക്ക വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഒപ്പം തന്നെ അമേരിക്കയുടെ തുർക്കിയിലെ എയർബേസിലേക്കും ആക്രമണമുണ്ടായി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അവിടെ ഇറാൻ അറ്റാക്ക് ഓൺ ദ US എയർബേസ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ തരത്തിൽ ആണിപ്പോൾ ഉണ്ടാവുന്ന നീക്കം. എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Evet, şu an çatışmalar bir hayli şiddetlendi. Çok yoğun atışlar. തുർക്കിയിലെ അമേരിക്കൻ എയർബേസിലേക്ക് നടന്ന ആക്രമണത്തിന്റെ ആ ദൃശ്യങ്ങളാണ്. Maksut'ta çatışmaların bir hayli şiddetlendiğini tanıklık ediyoruz şu dakikalarda. Duman yükseliyor. Hemen şuraya bakın. Vurulmuş. Az önce yapılan atışlarda atılan o havan mermisi işte bu noktaya düştü ve şu an yoğun duman bu noktada aynı zamanda şiddetli çatışmaları yaşandığını da ifade edelim. Evet, şu an çatışmalar bir hayli şiddetlendi. Çok yoğun atışlar yapılıyor. Şefiye Maksut'ta çatışmaların bir hayli şiddetlendiğini tanıklık ediyoruz şu dakikalarda. Duman yükseliyor. Hemen şuraya bakın. Vurulmuş. Az önce yapılan atışlarda atılan o havan mermisi işte bu noktaya düştü ve şu an yoğun duman bu noktada aynı zamanda şiddetli çatışmaları yaşandığını da ifade edelim. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ട ദൃശ്യങ്ങളാണ്. കുവൈറ്റ് സിറ്റിക്ക് മുന്നിൽ പറക്കുകയായിരുന്നു വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം. ഇറാന്റെ മിസൈൽ ആക്രമണം അത് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇക്കാര്യം അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അമേരിക്കയുടെ സൈനിക ശേഷിയിൽ ഏറ്റവും പ്രഹരമുള്ള യുദ്ധവിമാനം F-15 യുദ്ധവിമാനമാണ് ഇറാൻ ഇപ്പോൾ വെടിവെച്ചിടുന്നത്. കുവൈറ്റ് സിറ്റിക്ക് മുകളിൽ വെച്ചാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ഇറാൻ തിരിച്ചടിക്കുന്നു എന്നതാണ് സാഹചര്യങ്ങൾ. വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. F-15 യുദ്ധവിമാനം തകർത്തിടുന്നു, ഇടിവെച്ചിടുന്നു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്. ഒപ്പം തന്നെ അമേരിക്കയുടെ മറ്റ് എയർബേസുകൾക്ക് നേരെയും ഇറാൻ തിരിച്ചടിക്കുകയാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ്റെ അവരുടെ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള അലി ലാരിജാനിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇറാൻ്റെ ഇപ്പോൾ നിലവിലെ നിലപാട് വ്യക്തമാണ്. അതായത് കീഴടങ്ങാൻ തയ്യാറില്ല, ഈ ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസായിരുന്നു ഇത്തരത്തിൽ ട്രംപുമായിട്ട് നെഗോസിയേഷന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇതിനായി ഒമാൻ്റെ മധ്യസ്ഥത അവർ തേടുകയാണ് എന്നുള്ള രീതിയിൽ അലി ലാരിജാനിയെ ഉദ്ധരിച്ചുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു ന്യൂസ് ഷെയർ ചെയ്തുകൊണ്ടാണ് നിലവിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അമേരിക്കയുമായി യാതൊരു ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല, പൂർണ്ണമായിട്ടും അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നിലവിൽ ഈ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ ആക്രമണം കടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദോഹയിൽ ഇപ്പോൾ വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ കുവൈറ്റിൽ നിരന്തരം സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉൾപ്പെടെ വ്യോമയുദ്ധം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലി മിലിറ്ററി പറയുന്നത് ഇപ്പോൾ
ഈ ഇറാനിയൻ മിസൈലുകൾ അവർ കൂടുതൽ ഇസ്രായേലിന് ഉള്ളിലേക്ക് തൊടുത്തുവിട്ട് കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ ആർമി ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് ഇറാൻ കൂടുതൽ മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് തൊടുത്തുവിട്ട് കഴിഞ്ഞു. അവരുടെ എയർ ഡിഫൻസ് ഓപ്പറേഷൻ സിസ്റ്റം ഇത് ഇന്റർസെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനെതിരെ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നാണ് ആർമി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇതിലൂടെ ഈ ഒരു മിസൈലുകൾ പലതും നിർവീര്യമാക്കി കഴിഞ്ഞു. തക്കതായിട്ടുള്ള തിരിച്ചടി ഇതിലുണ്ടാകും എന്നത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇസ്രായേൽ ആർമിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ US-നെതിരെ മാത്രമല്ല ഇത്തരത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെയും ആക്രമണം നിലവിൽ ഇറാൻ കടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ അലി ലാരിജാനിയുടെ പ്രസ്താവന വന്നതിന് ശേഷം അവർ ഈ ആക്രമണം അത് കൂടുതൽ കടുപ്പിക്കുകയാണ് എന്നതാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി US-നും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. അവർ പല പ്രദേശങ്ങളിലും ഈ ഇറാനുള്ളിലുള്ള ഏതാണ്ട് 1000-ലധികം ലൊക്കേഷനുകളിൽ അവർ ആക്രമണം നടത്തി. പല മേഖലകളിലും കടുത്ത നാശനഷ്ടം വരുത്തിയിരുന്നു. ടെഹ്റാനിൽ ഉൾപ്പെടെയുള്ള പല നിർണായകമായിട്ടുള്ള കെട്ടിടങ്ങൾ, അവരുടെ സർക്കാർ കെട്ടിടങ്ങൾ, പ്രധാനമായിട്ടും ഈ റേഡിയോ നിലയം, അതുപോലെ ടെലിവിഷൻ്റെ ആസ്ഥാനം, അവിടെയുള്ള ഒരു ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാന്ധി ഹോസ്പിറ്റൽ, ഇവിടങ്ങളിലെല്ലാം ആക്രമണം നടത്തി ഇത് പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ അതിന് തിരിച്ചടി നൽകുന്നു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഈ തിരിച്ചടി അത് എത്ര കാലയളവിൽ എങ്ങനെ തുടരും എന്നതാണ് വലിയൊരു ചോദ്യചിഹ്നം. അവിടെ ദുർബലമായിട്ടുള്ള ഒരു ഭരണകൂടവും അതുപോലെ തന്നെ ഈ ഒരു കൃത്യമായൊരു കോർഡിനേഷൻ ഇതിലില്ലാതെ ഇരിക്കുമ്പോൾ ഈ ആക്രമണം അത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് വലിയൊരു ചോദ്യമാണ്. ഈ ഇറാനും അതുപോലെ തന്നെ ഈ ഇറാഖും തമ്മിലുള്ള യുദ്ധം അത് പല വർഷങ്ങൾ നീണ്ടുപോയ ഒരു വലിയ പോരാട്ടമായിരുന്നു മുൻപ് നടന്നിരുന്നത്. അതുപോലെ ഇതൊരു ഇൻഫിനിറ്റി ആയിട്ട് നീളുമോ എന്നുള്ളതും ഒരു വലിയ സംശയമാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു പശ്ചിമേഷ്യയെ പൂർണ്ണമായിട്ടും ആശങ്കയിലാഴ്ത്തുന്ന കാര്യം കൂടിയാണ്. മാത്രമല്ല ഈ US സൈനിക ബേസുകൾക്ക് നേരെ അമേരിക്കയിൽ നേരിട്ട് ഒരു പോരാട്ടം നടത്താൻ ഇറാനെ കൊണ്ടൊരിക്കലും സാധിക്കില്ല. ഈ ദൂരം ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികളുണ്ട്. ഇറാന് അത്തരം ഒരു ദീർഘദൂര മിസൈൽ ഇതുവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചില്ല. അത്തരമൊരു മിസൈൽ ഡെവലപ്മെന്റിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഇരിക്കുകയായിരുന്നു ഇത്തരത്തിൽ US-ന്റെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നേരിട്ടടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു പോരാട്ടമാണ് നിലവിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും അജയ്, നമുക്ക് തിരികെ വരാം, വിശദമായി നോക്കാം. ഇപ്പോൾ F-15 അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിടുന്നു ഇറാൻ. ഒപ്പം അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വിശദമായി കടന്നു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.